എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചിരട്ട കൊണ്ടൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കാൻ പോവുകയാണ്. പേനായും പെൻസിലും ഒക്കെ ഇട്ടുവെക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെൻ ഹോൾഡർ. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഫുൾ ചിരട്ടയും അതുപോലെ തന്നെ ഒരു ചെറിയ ചിരട്ടയും നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മെഷീൻ ഉപയോഗിച്ച് ഈ ചിരട്ടയുടെ പുറം സൈഡ് മുഴുവൻ വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകവശവും നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. ഇപ്പം നല്ലപോലെ ഇത് 3 ചിരട്ടയും നല്ലപോലെ പേപ്പർ പിടിച്ച് അകം സൈഡും ചിരണ്ടി നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ചെറിയ ചിരട്ടയിൽ നിന്ന് ഇതിൻ്റെ ചൂടുവശം പിടിപ്പിക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച് വീതിയിൽ നമുക്ക് പേന കൊണ്ട് മാർക്ക് ചെയ്ത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചിരട്ട നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയ ചിരട്ട നമ്മൾ പരസ്പരം ഒട്ടിച്ചെടുക്കുകയാണ്. പ്ലസ് ക്യൂക്ക് എന്ന് പറഞ്ഞ പശയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നല്ലപോലെ പശയിട്ടതിന് ശേഷം ഒട്ടിച്ചിട്ട് ജോയിൻറ്റിനവിടെ ചിരട്ടപ്പൊടി തന്നെ ഇട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ജോയിൻറ്റ് പേപ്പർ പിടിച്ചു കഴിയുമ്പം അറിയത്തേയില്ല. ചിരട്ടപ്പൊടി എടുത്ത് നല്ലപോലെ സൈഡ് വഴിയെല്ലാം ഇട്ട് വൃത്തിയുള്ളതെല്ലാം അടച്ച് വീണ്ടും പശയിട്ടാണ് ഇത് ഒട്ടിച്ച് ലെവലാക്കി എടുക്കുന്നത്. ചുറ്റിനെ നമ്മൾ ഇപ്പം പശയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 3 കീഴ്ത്തിയുള്ള ഭാഗങ്ങളും നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ അടിവശം ഈ കീഴ്ത്തിയുള്ള ഭാഗമാണ് ആക്കുന്നത്. മേടുവശം നല്ല വൃത്തി കിട്ടാൻ വേണ്ടിയാണ് ഈ കീഴ്ത്തിയുള്ളത് അടച്ചെടുക്കുന്നത്. ചിരട്ടപ്പൊടി തന്നെ നല്ലപോലെ ഇട്ട് പശ ഒഴിച്ച് അവിടവും നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. കീഴ്ത്തിയുള്ള നല്ലപോലെ അടച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പേപ്പർ ഉപയോഗിച്ച് പേപ്പർ പിടിച്ച് ലെവൽ ചെയ്യണം. അതുപോലെ നല്ല വൃത്തിയാക്കി പേപ്പർ പിടിച്ചെടുക്കുകയാണ്. ജോയിൻ്റ് ഒന്നും അറിയത്തില്ല. ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ഈ സ്റ്റാൻഡ് പോലെ ചെറിയ ചിരട്ട ഒട്ടിക്കുകയാണ്. അതിന് നിലത്ത് വെച്ച് അത് കറക്റ്റായിട്ട് ലെവലാക്കിയതിന് ശേഷം മേളി വഴി പശയൊഴിച്ച് ചിരട്ടപ്പൊടി ഉപയോഗിച്ച് നമ്മൾ ഒട്ടിക്കുകയാണ്. ആദ്യം ഒന്ന് ലെവലാകാൻ വേണ്ടി കുറേശ്ശെ ഒഴിച്ച് ഒട്ടിച്ചതിന് ശേഷം ശരിക്ക് ചിരട്ടപ്പൊടി തന്നെ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. ഫുള്ള് ചുറ്റിനും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുത്തെല്ലാം അടച്ച് എടുത്തു. ഇതിനു ശേഷം മേളിലൊരു ചെറിയൊരു അടപ്പ് പോലെ എന്തെങ്കിലും വെച്ച് മേള് വട്ടത്തിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് സെൻറ്ററായിട്ട് മാർക്ക് ചെയ്ത് ആ ഭാഗം നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്.
വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ സൈഡുകളെല്ലാം പേപ്പർ പിടിച്ച് കൈയൊന്നും മുറിയാത്ത വിധത്തിൽ എടുത്തിരിക്കുകയാണ്. ഇത് മെറ്റൽ ഹോൾസറാണ്. 19 mm മെറ്റൽ സോയ. ഇത് ഒരു 380 രൂപ വിലയുള്ളതാണ്. ഇത് വെച്ചാണ് നമ്മൾ 4 ഹോളും കൂടെ ഇടുകയാണ്. ഇതിന് ചുറ്റിനും സൈഡ് വഴി പേനയും കൂടെ ഇടാവുന്ന രീതിയിൽ ഒരു ഷേപ്പിന് വേണ്ടി. ചിരട്ടയുടെ സൈഡ് വശത്തൂടെ നമ്മളൊരു 3 ലൈനും കൂടെ മാർക്ക് ചെയ്യാണ്. ജോയിന്റ് അറിയാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു 3 ലൈൻ മാർക്ക് ചെയ്ത് ഐസോ ഫ്രെയിമിന് ചെറിയൊരു മാർക്കിങ് കൊടുത്തു കഴിയുമ്പോൾ കാണാനൊരു ഇച്ചിരി ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ താഴത്തെ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ചിരട്ടയിലും ഒരു വര നമ്മൾ ഇടുന്നുണ്ട്. ഹോളെല്ലാം ഇട്ട് പേപ്പറെല്ലാം പിടിച്ച് സൈഡും എല്ലാം മാർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് പോളിഷ് അടിച്ചു കൊടുക്കാം. 2 കോട്ട് പോളിഷ് അടിച്ച് ഉണക്കിയെടുക്കുന്നുണ്ട്. ഫസ്റ്റ് കോട്ടാണ് നമ്മളിപ്പോൾ അടിക്കുന്നത്. നല്ലപോലെ അകവും പുറവും എല്ലാ ഭാഗങ്ങളും നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ചിരട്ടയിൽ ഉണ്ടാക്കിയെടുത്ത പെൻ ഹോൾഡർ. ചിരട്ടയിൽ ഉണ്ടാക്കിയെടുത്ത ഈ പെൻ ഹോൾഡർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ വീഡിയോ ഒന്ന് കണ്ടുപോകാം.